ഐ ആം ഹാവിങ് എ കാർ. I'm having a car. ഐ ആം ഹാവിങ് എ കാർ എന്ന് പൊതുവെ നമ്മൾ പറയാറില്ല. ഓക്കെ, പക്ഷേ ഹാവിങ് എ കാർ എന്നുള്ളത് റോങ് അല്ല കേട്ടോ. വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് ഹാവിങ് എവിടെയാണ് പൊതുവെ നമ്മളെല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ഡിന്നർ കഴിക്കുകയാണ്. I'm having dinner. ഐ ആം ഹാവിങ് ഡിന്നർ. ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. I'm having lunch. യെസ്, ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm having biryani. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm having a shower. ഐ എം ഹാവിങ് എ ഷവർ അല്ലെങ്കിൽ ഐ എം ഹാവിങ് എ ബാത്ത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പറയുമല്ലോ ഐ എം ടേക്കിംഗ് എ ഷവർ, ഐ എം ടേക്കിംഗ് എ ബാത്ത് എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാം. ഇനി നമ്മളൊരു പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ എം ഹാവിങ് എ പാർട്ടി. ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'm having a meeting. ഐ എം ഹാവിങ് എ മീറ്റിംഗ്, ഐ എം ഹാവിങ് എ പാർട്ടി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഹാവിങ്. ഇനി ഇത് എല്ലാതെയും ഹാവിന് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊക്കെ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഹാവിങ് എ കാർ എന്നുള്ളത് തെറ്റല്ല. അത് ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹാവിങ് എ കാർ ഈസ് കൺവീനിയൻറ്റ്. കാർ ഉണ്ടാവുക എന്നുള്ളത് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാവിങ് എ കാർ ഈസ് കൺവീനിയൻറ്റ്. ഹാവിങ് എൻ ഇൻകം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻകം ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവിങ് എ ഗുഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള സ്ട്രക്ചറിൽ ഹാവിങ് എന്നുള്ളത് ING ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ മൊബൈൽ ഫോൺ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലാതെ ഐ ആം ഹാവിങ് എന്ന് പറയണ്ട. ഐ എം ഹാവിങ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പരിപാടി എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പൊതുവേ നമ്മുടെ ഉപയോഗം വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.